തൃശൂരിൽ 15,000 ക്രിസ്മസ് പാപ്പമാരെ അണിനിരത്തുന്ന ബോൺ നതാലെ ആരംഭിക്കാൻ പോവുകയാണ്. നിശ്ചല ദൃശ്യങ്ങൾ അടങ്ങുന്ന ഘോഷയാത്രയാണ് സെന്റ് തോമസ് കോളേജിലെ പാലോക്കാരൻ സ്ക്വയറിൽ നിന്ന് ആരംഭിക്കുക. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് ഇത്തവണ ബോൺ നതാലയിൽ എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. 15,000-ഓളം പാപ്പമാർ അങ്ങനെ തൃശൂർ നഗരത്തെ ചുവപ്പണിയിച്ചുകൊണ്ട് ബോൺ നതാലെ ഇപ്പോൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ഈ ബോൺ നതാലയ്ക്ക് ഒരു ആഘോഷം എന്നതിനപ്പുറം ഒരു ചാരിറ്റിയുടെ മുഖം കൂടി ഉണ്ടല്ലോ. വീടുകൾ നിർമ്മിച്ച് നൽകുക, ഒപ്പം തന്നെ ഡയാലിസിസിനുള്ള സഹായം നൽകുക, ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി നടത്തുന്നില്ലേ? പ്രവിധ, തീർച്ചയായും. അതായത് ഓരോ ബോൺ നത്താലെ സമയത്തും ക്രിസ്മസ് കാലത്തും ഇത്തരത്തിൽ ഈ വീടുകൾ നിർമ്മിച്ച് നൽകുന്നു. അതോടൊപ്പം തന്നെ ഡയാലിസിസ് രോഗികൾക്ക് വേണ്ട സഹായം അതെല്ലാം തന്നെ വിതരണം ചെയ്യാറുണ്ട്. ഇക്കുറിയും ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ചടങ്ങുകൾ അടക്കം അല്പം മുമ്പ് മന്ത്രിമാർ ചേർന്ന് നിർവഹിക്കുകയും ചെയ്തു. ഞാനിപ്പോൾ ഉള്ളത് പ്രവിധ പാപ്പയാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് നിർമ്മിച്ച ഈ പാപ്പയാണ്. ഈ കുട്ടികൾ വന്നു നിൽക്കുന്ന സമയത്ത് അവരെ തിരിച്ചറിയുകയും പിന്നീട് അവരുടെ ചിത്രം ഈ ക്രിസ്മസ് പാപ്പയുടെ രൂപത്തിലേക്ക് മാറുകയും ഇവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ്, ഈ താഴെ ഒരു ഗിഫ്റ്റ് ബോക്സ് കാണാം. ഈ ഗിഫ്റ്റ് ബോക്സ് അവ കുട്ടികളെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇത് തുറക്കുകയും കുട്ടികൾക്ക് ഇവിടെ നിന്ന് ഈ പാപ്പ ഒരു ക്രിസ്മസ് സമ്മാനമൊക്കെ നൽകുന്നതാണ്. അതിന്റെ ഒരു മെത്തേഡ് നമ്മളോടൊപ്പം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ചേരുകയാണ്. ഇതെന്താ ഇതിന്റെ ഒരു ടെക്നോളജി എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇതെന്താ? നമ്മളൊരു ടെൻസർ ഫ്ലോ ലൈറ്റ് മോഡൽ യൂസ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ റാസ്പെറി പൈ യൂസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ മോഡൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിനിമം ഒരു ഏജ് ത്രെഷോൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 15 ഇയേഴ്സ് ഏജ് വരെയുള്ള കുട്ടികളെ ഫേസ് മെഷ് യൂസ് ചെയ്ത് ആദ്യം ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ ആ ഫേസ് നമ്മൾ മോഡൽ യൂസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് കിഡാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഒരു ഹാറ്റും അതുപോലെ ബിയർഡും വെച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സൗണ്ട് ഫീഡൊക്കെ ശരിയാക്കാനുണ്ട്. അതാണ് ചെയ്യുന്നത്. അതാണ് നേരത്തെ തൃശ്ശൂർ അതിരൂപതയും അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൗരാവലിയും ഒക്കെ ഈ പരിപാടി അനൗൺസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള നിശ്ചല ദൃശ്യം ഉണ്ടാകുന്നത്. ആ സർപ്രൈസ് സാന്റയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കുട്ടി ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ചിത്രം നേരെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരിച്ചറിയുന്നു. അതിനുശേഷം ആ കുട്ടിയുടെ ചിത്രം സാന്റയുടെ രൂപത്തിലേക്ക് മാറ്റുന്നു. പിന്നീട് ഈ സാന്റ കുട്ടികൾക്കൊരു ക്രിസ്മസ് സമ്മാനം അടക്കം നൽകുന്നതാണ് ഇതിന്റെ മെത്തേഡ്. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിശ്ചല ദൃശ്യമാണ്. അങ്ങനെ ഒട്ടേറെ പുതുമകളുള്ള ഒട്ടേറെ നിശ്ചല ദൃശ്യങ്ങൾ ഇതിനപ്പുറത്തേക്കുണ്ട്. നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ഈ സാന്റയുടെ ചുറ്റും വളഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, അതോടൊപ്പം തന്നെ നിരവധി പുതുമകളാർന്ന ഒട്ടേറെ നിശ്ചല ദൃശ്യങ്ങളടക്കം ഇതിനൊപ്പം അണിനിരക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഇതിന്റെ ഫ്ലാഗ് ഓഫ് നടക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജനറൽ ഹോസ്പിറ്റലിന് സമീപമാണ്. ഇവിടെയാണ് ഈ നിശ്ചല ദൃശ്യങ്ങളെല്ലാം തന്നെ അണിനിരത്തിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ആദ്യത്തെ ടാബ്ലോ കാണാം. അതും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെയാണ്. ഒരു സാന്റ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയി സഞ്ചരിക്കുന്ന അതിന്റെ ദൃശ്യങ്ങളോട് കൂടിയുള്ള നിശ്ചല ദൃശ്യങ്ങളാണ്. അതും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെതാണ്. അതോടൊപ്പം തന്നെ മദർ തെരേസ നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ, അതായത് പ്രത്യേകിച്ച് മദർ തെരേസ അടക്കമുള്ള ക്രിസ്ത്യൻ മിഷണറീസ് നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, കൊൽക്കത്ത തെരുവിൽ മദർ തെരേസ നടത്തിയ ഇടപെടലുകൾ ഓർമ്മിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളടക്കം ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഓരോരോ പുതുമയാർന്ന വിഷയങ്ങൾ, കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ അതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യങ്ങളാണ്. എന്തായാലും ഈ നിശ്ചല ദൃശ്യങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് സമ്മാനമടക്കമുണ്ട്. 15,000-ലധികം വരുന്ന പാപ്പാമാർ തന്നെയാണ് എന്തായാലും ഇതിന്റെ ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായുള്ള അവരുടെ കഷ്ടപ്പാടാണ്. അവർ കഴിഞ്ഞ ഈ തയ്യാറാക്കിയ പ്രത്യേക ഗാനങ്ങളുണ്ട്. ആ ഗാനത്തിന് അനുസരിച്ച് അവർ തയ്യാറാക്കിയ ചുവടുകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.